സീ ഫുഡ് ചൗട്ടർ സൂപ്പ് ഉണ്ടാക്കിയാലോ? വായോ. കടൽ വിഭവങ്ങളുടെ സ്വാദും പോഷക ഗുണങ്ങളും ഒത്തുചേരുന്നൊരു വിഭവമാണ് സീ ഫുഡ് ചൗട്ടർ. മീൻ, ചെമ്മീൻ, കക്ക, കല്ലുമ്മക്കായ്, കണവ തുടങ്ങിയവയ്ക്കൊപ്പം പാലും ക്രീമും പച്ചക്കറികളും ചേർത്താണ് ഇത് തയ്യാറാക്കുന്നത്. ആദ്യം ചൂടായ പാനിൽ ബട്ടർ ഇട്ട് മെൽറ്റാകുമ്പോൾ ബേ ലീവ്സ് ചേർത്ത് അതിലേക്ക് ചോപ്പ് ചെയ്ത ഗാർലിക് ഇട്ട് വഴറ്റുക. ഗാർലിക് വഴറ്റി ഒന്ന് ഗോൾഡൻ ബ്രൗൺ ആയി വരുമ്പോൾ അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയും സെലറിയും ചേർത്ത് ഇളക്കി നന്നായിട്ട് വഴറ്റിയെടുക്കാം. സവോള നന്നായിട്ട് വഴണ്ടു കഴിയുമ്പോൾ സൂപ്പിന് കൊഴുപ്പ് കിട്ടാനായിട്ട് നമ്മൾ മൈദ ചേർക്കുന്നുണ്ട്. കൂടാതെ ഞാനിവിടെ സൂപ്പിന് ഫ്ലേവർ കിട്ടാനായിട്ട് കറി പൗഡർ യൂസ് ചെയ്യുന്നുണ്ട്. ഇതിന് പകരം അല്പം മഞ്ഞൾപ്പൊടിയാണെങ്കിലും ചേർക്കാം. ഇതിലേക്ക് ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മൈദയും കറി പൗഡറും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഇതൊന്ന് നന്നായിട്ട് വഴറ്റി ഇതിൻ്റെ പച്ചപ്പ് മണം മാറിക്കഴിയുമ്പോൾ നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പൊട്ടറ്റോയും ക്യാരറ്റും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കാം. പൊട്ടറ്റോയും ക്യാരറ്റും ഇട്ട് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് ആഡ് ചെയ്യേണ്ടത് നല്ല തിളച്ച ചൂടുവെള്ളമാണ്. തിളച്ച ചൂടുവെള്ളം ചേർക്കുന്നത് മൈദ കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന മിക്സ് സീ ഫുഡാണ്. ഞാനിവിടെ ഫ്രോസൺ മിക്സ് സീ ഫുഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിൽ മെയിനായിട്ടും മീനും ചെമ്മീനും കണവയും കക്കയും കല്ലുമ്മക്കായുമാണ് ഉള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും അതുപോലെ ക്രഷ് ചെയ്ത ബ്ലാക്ക് പെപ്പറും ഇട്ട് കൊടുക്കാം. ഇതൊന്ന് നന്നായി ഇളക്കി ആവി കയറി വരുമ്പോൾ നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന പാല് ചേർത്ത് കൊടുക്കാം. പാല് ചേർത്തതിന് ശേഷം നമ്മൾ അടച്ചു വെച്ച് ഇത് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിൽ മെയിനായിട്ടും സീ ഫുഡ് വേവാൻ ഒത്തിരി സമയം എടുക്കില്ല. പൊട്ടറ്റോയും ക്യാരറ്റും വേവാനാണ് സമയം എടുക്കുന്നത്. അതുകൊണ്ട് നമുക്ക് കവർ ചെയ്ത് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കണം. ഏകദേശം 10 മുതൽ 15 മിനിറ്റ് വരെ സമയം എടുക്കും ക്യാരറ്റും പൊട്ടറ്റോയും കുക്കായി കിട്ടാൻ. സൂപ്പിന് കൊഴുപ്പ് കിട്ടാനായിട്ട് നമ്മൾ ആദ്യം മൈദ ചേർത്ത് കൊടുത്തതുകൊണ്ട് നമ്മളിത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ പാത്രത്തിൽ സ്റ്റിക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന ക്രീം ചേർത്ത് കൊടുക്കാം. സൂപ്പിൻ്റെ കൺസിസ്റ്റൻസി തിക്ക് കൂടുതലാണെങ്കിൽ നമുക്ക് ചൂടുവെള്ളം ചേർത്തത് തിക്നെസ് കുറച്ചെടുക്കാം. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പാഴ്സലിയും ചൈസും ചേർത്ത് ഇളക്കി ചൂടോടെ ഒരു ബൗളിൽ ഒഴിച്ച് സെർവ് ചെയ്യാം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സിമ്പിളും ഈസി ആയിട്ടുള്ള പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.